നീ എപ്പോ വന്നു? ഒരു സ്വപ്നം കണ്ടു ഞാൻ. മഠത്തിന് മുന്നിൽ ഞാൻ നീയിരിക്കുന്നു. നല്ല ഇരുട്ട്. പെട്ടെന്ന് പുകമഞ്ഞ് പരക്കും പോലെ കുറുക്കന്മാരുടെ ഓലി, നായ്ക്കളുടെ കുര, കാലങ്കോഴിയുടെ കരച്ചിൽ. എന്നിട്ട് കേളിപാത്ര വേഷത്തിൽ രുദ്രൻ വലിയ കുരുക്കൾ ഇങ്ങനെ വന്നു നിന്നു. നിന്നെ മാടി വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ആൽമരച്ചോട്ടിലേക്ക് നടന്നു. പിന്നാലെ നീയും. വീട്ടിൽ ഉറങ്ങിയ ഞാൻ ഉണരുമ്പോൾ ഇവിടെ തട്ടാതെ വീഴാതെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അത്ഭുതം. ദുശകനം വല്ലതും? നീചൻ, പരമനീചൻ. സത്യം. ശങ്കുണ്ണി, അതേ സ്വപ്നം ഞാനും കണ്ടു. ഇതിലെന്തോ കാര്യമുണ്ട്. ആപത്തെന്തോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഞാൻ വേറെ കണ്ടു. എന്ത്? എന്തിനും എനിക്കൊപ്പം നിൽക്കണം നീ. കാര്യം എന്താടാ? നീ കണ്ട സ്വപ്നം എന്താ? അച്ഛൻ്റെ ആ രൂപം പറഞ്ഞു. അച്ഛൻ്റെ മരണത്തെപ്പറ്റി. നമുക്കൊന്നിച്ച് നിൽക്കണം. കാര്യം പറ. എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല. തെളിവ് വേണം. ഞാൻ എന്തിനും കൂടെ നിൽക്കാം. എന്തിനും. എന്തൊരു കോല ഇത്. അച്ഛൻ പറഞ്ഞു ഉറക്കം വലിയ ഗുരുക്കളുടെ കൊമയിലായിരുന്നു എന്ന്. തലപ്പരാന്ത എനിക്ക്. അമ്മ പറഞ്ഞു. കളഞ്ഞില്ലല്ലേ ഈ കറുപ്പ്. അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താ ഉണ്ടായത്? പറയാം. എനിക്കത് നിന്നോട് പറയണം. നിന്നോട് മാത്രം. അവനെന്താ തലപ്പുറം എന്താ ഒക്കെ ഞാൻ കണ്ടു. അച്ഛൻ ഒളിച്ചിരിക്കുകയായിരുന്നു.
കാന്തം പോകുമ്പോ പ്രത്യേകിച്ച് ഒന്നേ പറഞ്ഞുള്ളൂ, നിന്റെ കാര്യം. ഹ, കണ്ടില്ല കേട്ടില്ല എന്നടിക്കാൻ ഇനി പറ്റില്ല. ധൈര്യത്തൊന്നും നിനക്കൊരു ആലോചന വന്ന സമയമാ. മുച്ചോട് നടക്കുന്ന അവനോട് അവൾക്ക് ഇഷ്ടം. അച്ഛൻ എന്തെടുക്കായിരുന്നു കാന്തം ചോദിക്കുമ്പോ ഞാൻ എന്തുത്തരം പറയും? ഇത് ഇന്നിപ്പോ അവസാനിക്കണം. ഇനി ഒരു ബന്ധം എനിക്കും വേണ്ട ചാത്തോത്തുകാരുമായിട്ട്. ഭൈരവനെ കാണണം. വാ. വാടിയോട്ടെ, വാടിയോട്ടെ. കുളിച്ചില്ലേലും തൊഴായിരുന്നു നിനക്ക്. ഇനി എപ്പം തൊഴാലോ. അതെന്താ, നീ ഇവിടെ താമസിക്കാണോ? അതെ, അച്ഛൻ ഇവിടെ വെച്ച സമാധിയായത്. ദേഹം വിണ്ടുകയറി രക്തമൊഴുകിയിരുന്നു. അച്ഛനെപ്പോലൊരാൾക്ക് അങ്ങനൊരു അന്ത്യം. കർമ്മങ്ങളൊക്കെയും ചാഞ്ചല്യമില്ലാതെ അച്ഛൻ ചെയ്തു. സ്വകർമ്മത്തിൽ ഉറച്ചു നിന്നു. ദേവകൾക്ക് പോലും കഴിയണമെന്നില്ല. കേളിയാത്രയായി ഭിക്ഷയെടുത്ത് നടന്ന അച്ഛൻ പലർക്കും അത്ഭുതമായിരുന്നു. എന്തിനാണ് ഈ പണിയെന്ന്. അച്ഛൻ ഒത്ത പുരുഷനായിരുന്നു. നിന്റെ മനസ്സിലെന്താ? വെല്ലുവിളികളെ പറ്റി അല്ലാതെ മറ്റൊന്നും പറയുന്നില്ലല്ലോ. രുദ്ര, ഭിക്ഷ തണ്ടാൻ ഇറങ്ങാണോ നീ? അച്ഛനേനു ഇക്കാലം മുഴുവൻ. ഇനിയിപ്പോ മോനും ഒരുമ്പെട്ടോ. പാരമ്പര്യം കൊണ്ടു നടക്കണമല്ലോ. രുദ്രൻകുട്ടി, വേണ്ട മോനെ, പാപ്പമ്മേ പറയുന്നേ. എനിക്ക് അഭിമാനമുണ്ട് അച്ഛനെ പിന്തുടരുന്നില്ല. അച്ഛൻ ഭിക്ഷയ്ക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുവാനോ ഓരോ വീട്ടുകാരും. അച്ഛൻ ചെന്ന വീടുകളിലൊക്കെ ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. ഏകരാജ്യക്കാർക്ക് അച്ഛൻ ദൈവം തന്നെയായിരുന്നു. അച്ഛൻ നടന്ന വഴികൾ, മുങ്ങിയ പുഴ, അന്തിയുറങ്ങിയ ക്ഷേത്രം ഒക്കെ എനിക്ക് കാണണം, അനുഭവിക്കണം. ഏകരാജ്യത്തെ കാറ്റിന് ഇന്നും അച്ഛൻ്റെ മണ